വളരെ 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 പ്രധാനപ്പെട്ട കണക്ക് വേണ്ട. സെക്കൻഡ് റൗണ്ട് കഴിയുമ്പോൾ LDF 7560, പാലക്കാടാണ്, LDF 7569. ഇത് കണക്ക് തിരിഞ്ഞു പോയതാണ്. ഇത് മൊത്തത്തിൽ ഒന്നും പറഞ്ഞിട്ടുമില്ല. അല്ല, ഞാൻ പിൻവലിച്ചു. അല്ല, എനിക്ക് എന്തെങ്കിലും ഒന്നും പറഞ്ഞു പൂർത്തിയായി, എന്നിട്ടേ ഞാൻ ബാക്കി പറയൂ. പറഞ്ഞു, അത് തിരിഞ്ഞു പോയില്ലേ? കിളിപോയി. അപ്പോൾ നമുക്ക് 858 വോട്ടുകൾക്ക് ഇപ്പോൾ ലീഡ് ചെയ്യുന്നു. അത്രമേൽ ലീഡ് കുറഞ്ഞിരിക്കുന്നു, അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ലീഡ് കൃഷ്ണകുമാർ തിരിച്ചു പിടിച്ചിരിക്കുന്നു എന്നുള്ളതാണ് പാലക്കാട് നൽകുന്ന സൂചന. 39,640 വയനാടിൻ്റെ ലീഡ്. 858 കൃഷ്ണകുമാർ ഇപ്പോൾ ലീഡ് ചെയ്യുന്നു. സരിൻ രണ്ടാമത് എന്ന വിവരമാണ്. അതാണ് നേരത്തെ മനു എനിക്കത് സത്യത്തിൽ ആദ്യം സരിൻ രണ്ടാമതെത്തി എന്ന വിവരം നഗരസഭയിലാണ്. പാലക്കാട് നഗരസഭയിൽ എണ്ണുന്ന ഈ ഘട്ടത്തിൽ പാലക്കാട് LDF രണ്ടാമതെത്തി എന്ന് പറയുന്നത് തെരഞ്ഞെടുപ്പിൻ LDF മുന്നോട്ട് വെച്ച നിരീക്ഷണങ്ങൾ, കാഴ്ചപ്പാടുകൾ, പ്രതീക്ഷകൾ അതിനോടൊപ്പം തന്നെ മുന്നോട്ട് പോകുന്നു. ഇടതുമുന്നണി മൂന്നാം സ്ഥാനത്ത് നിന്ന ഇടതുമുന്നണി ഈ തെരഞ്ഞെടുപ്പിൽ ഇപ്പോൾ രണ്ടാം സ്ഥാനത്തേക്ക്. ഓർക്കുക, ഇപ്പോഴത്തെ വിവരം മാത്രമാണ് ഈ പറയുന്നത്. ഇപ്പോഴത്തെ അനുസരിച്ച് രണ്ടാമത് എത്തി നിൽക്കുന്നു എന്നതുകൂടിയാണ്. ആദ്യത്തെ 2 റൗണ്ടുകൾ സരിൻ തന്നെ സംസാരിച്ചത് ഓർമ്മയുണ്ട്. 2 റൗണ്ടുകൾ എണ്ണുമ്പോൾ തന്നെ നഗരസഭയിലെ വോട്ടർമാരുടെ മനോഭാവത്തിൽ വന്ന മാറ്റം കാണാനാകും എന്നൊക്കെയാണ് സരിൻ പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യം. 20% വോട്ടിന്റെ ഷിഫ്റ്റ് ഒക്കെ ഉണ്ടാവും, സ്വന്തം പക്ഷത്തേക്ക് വരും എന്നൊക്കെയാണ് കരുതുന്നത്. ആ നിലയിലൊന്നുമല്ല കാണുന്നതെങ്കിൽ പോലും ഇടതുമുന്നണി ഒരു കാര്യം വ്യക്തമാണ്, വളരെ ശക്തമായ ഒരു പ്രകടനം കാഴ്ചവെച്ചിരിക്കുന്നു, വോട്ടുകൾ അധികം സമാഹരിക്കുന്നു, 2ാം സ്ഥാനത്തേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ളത് വോട്ടെണ്ണലിന്റെ ഈ ഘട്ടത്തിലെ വന്നുകൊണ്ടിരിക്കുന്ന ഏറ്റവും ശ്രദ്ധേയമായ, അത് സ്വാഭാവികമായി മാറി മറിയുമല്ലോ, അതാണല്ലോ വോട്ടെണ്ണൽ എന്ന് പറയുന്നത്. മാറി മറിയും ഈ ഘട്ടത്തിൽ എന്ന് ഞാൻ പ്രത്യേകം എടുത്തു പറഞ്ഞതാണ്. വീണ്ടും കൃഷ്ണകുമാറിന്റെ ലീഡ് 858 എന്ന നിലയിലേക്ക് വന്നിരിക്കുന്നു. സച്ചിൻ, ഏതായാലും ലീഡിങ്ങിനെ മാറി മറിയുന്ന വിവരം വന്നതുകൊണ്ട് ആ ഫിഗർ മാത്രം എന്താണ് അങ്ങനെ സംഭവിച്ചത് പറയൂ. ഏതു ഭാഗമാണ്? ഇപ്പോൾ നഗരസഭയിൽ BJP സ്വാധീന മേഖലകളിൽ തന്നെയാണ് ഇപ്പോൾ സെക്കൻഡ് റൗണ്ടിലെ വോട്ട് എണ്ണൽ പൂർത്തിയായപ്പോൾ LDF 4121 വോട്ടും UDF 6711 വോട്ടും BJP 7569 വോട്ടുമാണ് നേടിയിട്ടുള്ളത്. ലീഡ് BJPയുടെ 858. ശരത് 858. ഇനി ഓരോന്നും കൂടി ചോദിച്ചോട്ടെ, ഈ റൗണ്ടിൽ LDF നേടിയ 4121 എന്ന് പറയുന്നത് ആ മുന്നണിയെ സംബന്ധിച്ച് ഒരു അധിക നേട്ടമാണോ? സാധാരണ കിട്ടുന്നതിലും അധികമായി കിട്ടിയ വോട്ടുണ്ടോ അതിൽ? തീർച്ചയായും രണ്ടാമത് ഫസ്റ്റ് റൗണ്ടിലെ പോലെ തന്നെ രണ്ടാമതും LDF സ്ഥാനാർത്ഥി ഡോക്ടർ P സരിന്റെ വോട്ട് വർദ്ധിച്ചിട്ടുണ്ട് നഗരസഭയിൽ. ശരത്, വർദ്ധിച്ചിട്ടുണ്ട് അല്ലേ? ഈ UDF BJP ഗ്യാപ്പ് നോക്കുമ്പോഴോ BJP 7569 UDF 6711 വോട്ടുകളുമാണ് ഈ 2ാം റൗണ്ടിൽ നേടിയിട്ടുള്ളത്. BJPക്ക് നല്ല സ്വാധീനമുള്ള മേഖലകളിൽ BJPയെ UDF പിടിച്ചു നിർത്തിയിട്ടുണ്ടോ? അങ്ങനെ പറയാനാവുമോ? തീർച്ചയായും. കഴിഞ്ഞ തവണയൊക്കെ BJP മാത്രം ലീഡ് ചെയ്തിരുന്ന നഗരസഭയിലെ വാർഡുകളിലാണ് ഇപ്പോൾ. ഇത് ഏത് സ്ഥലമാണെന്ന് പറയാൻ കഴിയുമോ? പ്രേക്ഷകർക്ക് കുറച്ചുകൂടെ സഹായകരമാകും. സച്ചിൻ, ഇത് 2ാം റൗണ്ട് ഏത് ഭാഗമാണ് നഗരസഭയുടെ? നഗരസഭയുടെ BJPക്ക് സ്വാധീനമുള്ള മൂത്താന്തോറ, അതേപോലെ തന്നെ നൂറണി തുടങ്ങിയ ഭാഗങ്ങളിൽ പെടുന്ന പ്രദേശങ്ങളിലെ ബൂത്തുകളിലെ. അത് വളരെ പ്രധാനപ്പെട്ടതാണ് സച്ചിൻ. ഞാൻ ഒന്നുകൂടി ക്ലാരിറ്റിയോടെ പറയാം, അതിൽ കറക്ഷൻസോ അല്ലെങ്കിൽ കൂട്ടിച്ചേർക്കേണ്ടതുണ്ടെങ്കിലോ ആകാം. അതായത് BJPയുടെ ശക്തി കേന്ദ്രങ്ങളാണ് നൂറണി, അതുപോലെ തന്നെ ഈ പറഞ്ഞ മൂത്താന്തറ പ്രദേശങ്ങൾ. അവിടെ മൂത്താന്തറയിൽ ഒരു ബൂത്തിൽ 82% വോട്ട് വീണിരുന്നു. BJPക്ക് നല്ല സ്വാധീനമുള്ള മേഖലയാണ്. പക്ഷേ അവിടെ ആഭ്യന്തരമായ പ്രശ്നങ്ങളും അവിടെ ഉണ്ടായിരുന്നു. RSS ഇടപെട്ടതുപോലെയൊക്കെയുള്ള വലിയ കാര്യങ്ങൾ BJPക്ക് അകത്തെ ഈ അസംതൃപ്തി പരിഹരിക്കാനൊക്കെ അതൊക്കെ നിന്ന പ്രദേശത്ത് ഞാൻ പറഞ്ഞത് വെച്ച് സച്ചിൻ ഇനി ബാക്കി പറഞ്ഞോളൂ. ആ പ്രദേശത്ത് BJPയുടെ പ്രതീക്ഷയ്ക്കൊപ്പം ഗ്യാപ്പ് ഉണ്ടായിട്ടില്ല, വോട്ട് കിട്ടിയിട്ടില്ല. LDFും UDFും ആ മേഖലയിൽ കടന്നു കയറി വോട്ട് സമാഹരിച്ചിരിക്കുന്നു എന്നാണോ വിലയിരുത്തേണ്ടത്? തീർച്ചയായും BJP കേന്ദ്രങ്ങളിൽ വലിയ രീതിയിലുള്ള ഒരു വോട്ട് ഇടിവ് സംഭവിച്ചിട്ടുണ്ട്. അതുതന്നെയാണ് ഇപ്പോൾ സെക്കൻഡ് റൗണ്ട് കഴിഞ്ഞപ്പോൾ മനസ്സിലാവുന്നത്. പുത്തൂർ, അതേപോലെ തന്നെ കല്ലേപ്പുള്ളി തുടങ്ങിയ ഭാഗങ്ങളിലെ വോട്ടുകളാണ് ഇപ്പോൾ എണ്ണി കഴിഞ്ഞിരിക്കുന്നത്. എന്ന് വെച്ചാൽ സച്ചിൻ ഈ 2ാം റൗണ്ട് മാത്രം എടുക്ക്. BJPക്ക് ഏറ്റവും അധികം വോട്ട്, ഉദാഹരണത്തിന് ഒരു 100 വോട്ട് എടുത്താൽ ഏതാണ്ട് 70 വോട്ടും BJPക്ക് ലഭിക്കുന്ന, മറ്റ് 2 മുന്നണികൾക്കും വളരെ കുറച്ച് മാത്രം ലഭിക്കുന്ന 70-75 വോട്ടുകൾ വരെ BJPക്ക് സമാഹരിക്കാൻ കഴിയുന്ന ഒരു സ്ഥലത്ത് 858 വോട്ടുകൾ മാത്രമാണ് ലീഡ് ചെയ്യാൻ BJPക്ക് കഴിഞ്ഞിട്ടുള്ളതെന്നാണോ? തീർച്ചയായും
ശരത്തെ ബി.ജെ.പിയുടെ വോട്ടിംഗ് നിലയിൽ വലിയ രീതിയിലുള്ള കുറവ് തന്നെയാണ് സംഭവിച്ചിട്ടുള്ളത്. ബി.ജെ.പിക്ക് മൃഗീയ ഭൂരിപക്ഷം കഴിഞ്ഞ തവണ ഈ ശ്രീധരൻ മത്സരിച്ചപ്പോൾ വലിയ ഭൂരിപക്ഷം ലഭിച്ച മേഖലകളിലാണ് ഇപ്പോൾ LDF-ന്റെയും UDF-ന്റെയും സ്ഥാനാർത്ഥികൾക്ക് വോട്ട് വർദ്ധിച്ചിരിക്കുന്നത്. ശരത്, ഈ ഞാൻ ആളുകൾക്ക് മനസ്സിലാകാൻ വേണ്ടി സച്ചിൻ അറിയാവുന്ന വിവരം മതി, ഇല്ലെങ്കിൽ നമുക്ക് അങ്ങനെ വിടാം. കാരണം LDF-ന് ഇപ്പോൾ 4121, കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ ഏതാണ്ട് ശരാശരി എത്ര വോട്ടാണ് LDF-ന് ഈ പ്രദേശങ്ങളിൽ നിന്ന് ലഭിച്ചിട്ടുണ്ടാവുക? ഉദ്ദേശം പറയാൻ പറ്റുമോ സച്ചിൻ? ഏകദേശം 4121 എന്നൊക്കെ പറയുമ്പോൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ ആ ഭാഗത്ത് ഇതിന്റെ പകുതിയെങ്കിലും LDF-ന് കിട്ടുന്ന സ്ഥലമായിരുന്നോ? തീർച്ചയായും 2021 LDF-ന് 1233 വോട്ടാണ് ഈ ഭാഗങ്ങളിൽ. അതാണ് അതിലെ വ്യത്യാസം. 3000-ഓളം വോട്ടുകൾ വർദ്ധിപ്പിച്ചിരിക്കുന്നു. 3000-ഓളം വോട്ടുകളാണ് ആദ്യഘട്ടത്തിൽ നഗരസഭയിൽ LDF വർദ്ധിപ്പിച്ചിരിക്കുന്നത്. 2021 1200 സംതിങ് മാത്രം കിട്ടിയ സമയത്താണ് ഇപ്പോൾ 4121 LDF വർദ്ധിപ്പിച്ചിരിക്കുന്നത്. അതാണ് ഈ ത്രികോണ മത്സരത്തിലെ ശ്രദ്ധിക്കേണ്ട പുതിയ വിവരം. ഞാനത് പറയാൻ കാര്യം എന്താണെന്ന് വെച്ചാൽ UDF 6711 വോട്ടുകൾ നേടുന്നു എന്ന് പറയുന്നതിൽ അത്ഭുതമില്ല. കാരണം 2024 ശ്രീകണ്ഠൻ മത്സരിച്ച ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ശ്രീധരനും ഷാഫിയും തമ്മിൽ മത്സരിച്ച നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJP നേടിയ ലീഡിനെ മറികടന്ന് അധികമായി ഒരു 1500 വോട്ടും കൂടി ശ്രീകണ്ഠൻ അവിടെ സമാഹരിച്ചു നഗരസഭയ്ക്കകത്തും. അപ്പോൾ ആ ഒരു വരവ് UDF ഓൾറെഡി അവിടെ നടത്തി കഴിഞ്ഞു. അവിടേക്ക് BJPയുടെ വോട്ടുകൾ കുറയുകയും ഏതാണ്ട് 3000-നടുത്ത് വോട്ട് ഈ രണ്ടാം റൗണ്ടിൽ LDF അധികമായി പിടിക്കുന്ന നിലയിലേക്ക് നഗരസഭയിൽ വളരെ പൊളിറ്റിക്കലായിട്ടുള്ളൊരു വലിയ ചേഞ്ചിൻ്റെ ചിത്രം ഇതിനോടകം അതിൽ വന്നിട്ടുണ്ട്. 1000-ൽ പരം വോട്ടുകൾ മാത്രം നേടിയിരുന്ന ഒരു പ്രദേശത്ത് 4121 വോട്ടുകൾ അവിടെ LDF നേടിയിരിക്കുന്നു. UDF 6711 വോട്ടുകൾ നേടി. BJP 7569 എന്ന് വെച്ചാൽ 858 വോട്ടുകൾ മാത്രമാണ് ആ ലീഡ്. ആ റൗണ്ട് വളരെ പ്രധാനപ്പെട്ടതാണ് BJPയെ സംബന്ധിച്ച്. അവിടെ 1000 കടന്ന് 2000 കടന്ന് മുന്നോട്ട് പോകേണ്ട ലീഡ് നേടേണ്ട ഒരു സ്ഥലത്ത് വല്ലാതെ അവരെ അത് കിതയ്ക്കുന്നുണ്ട് BJP. വല്ലാതെ കിതയ്ക്കുന്നുണ്ട് BJP. ഏതായാലും പാലക്കാട് ആവേശപ്പോരിലേക്ക് പോവുകയാണ് കേട്ടോ. ആവേശപ്പോര് തന്നെയാണ് പാലക്കാട്. ഒരു നമ്മൾ പാലക്കാടിനെ ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് ചിലത് പരിശോധിച്ചും അറിഞ്ഞും അന്വേഷിച്ചും സംസാരിച്ചു പോയാൽ മാത്രമേ ചില വിവരങ്ങളിലേക്ക് നമുക്ക് എത്താൻ കഴിയൂ. ഇപ്പൊ സ്വാഭാവികം നോക്കുമ്പോൾ ഡോക്ടർ സരിൻ 3-ാം സ്ഥാനത്താണ്. പക്ഷേ ഡോക്ടർ സരിൻ പിടിച്ച വോട്ടുകളുടെ എണ്ണമാണ് ഇവിടുത്തെ. ഇത്രയധികം വോട്ടുകൾ പിടിച്ചതുകൊണ്ടാണ് ഒരു ഘട്ടത്തിൽ സരിൻ രണ്ടാമത് വന്നത്. ആ നിലയിൽ മാറി മറിയുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഒരു കാര്യം വ്യക്തമാണ്. ഒന്നാമത്തെ റൗണ്ട് മുതൽ ഇടതുമുന്നണിക്ക് വോട്ട് വർദ്ധിക്കുന്നുണ്ട്. സരിന്റെ സ്ഥാനാർത്ഥിത്വത്തിന് അധികമായ വോട്ട് വന്നിട്ടുണ്ട്. അത് വലിയ തോതിൽ നാമമാത്രമാണ് എന്ന് പറയാനാവുന്നില്ല, കരുതാനാവില്ല. അതിലും മികച്ച നിലയിലേക്ക് ഇപ്പോൾ രണ്ടാം റൗണ്ടിൽ LDF-ന് ഈ സ്വീകാര്യത ലഭിച്ചുവെങ്കിൽ അത് നിലനിർത്താൻ കഴിഞ്ഞാൽ ഇടതുമുന്നണിയുടെ വോട്ട് നില കാര്യമായി വർദ്ധിക്കുന്നതിനും BJPക്ക് അതിനനുസരിച്ച് ഒരു ക്ഷീണം സംഭവിച്ചാൽ LDF UDF മത്സരം എന്ന നിലയിലേക്ക് വരുമോ, അതോ BJP അടുത്ത റൗണ്ടുകളിൽ ഇതിനെ മറികടന്ന് വരുമോ? അങ്ങനെ പറയാൻ കഴിയാത്ത വിധം ഒരു ട്രെൻഡുണ്ട്. ഒന്നാമത്തെ റൗണ്ടിലും BJPക്ക് അത്ര വലിയ ലീഡിലേക്ക് പോകാൻ കഴിഞ്ഞിട്ടില്ല. 1000-ൽ പരം വോട്ടിന്റെ ലീഡ്. രണ്ടാം റൗണ്ട് വന്നപ്പോൾ അത് 858. 1ഉം 2ഉം ഈ BJPക്ക് ഏറ്റവും അധികം സ്വാധീനമുള്ള കേന്ദ്രങ്ങളാണ് എന്നതുകൂടി ഇതിനോടൊപ്പം ചേർത്ത് വായിക്കേണ്ടതുണ്ട്. ബാക്കി നമുക്ക് നോക്കാം. വരട്ടെ.